نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും പ്രാധാന്യം അർഹിക്കുന്ന നിർബന്ധ കർമ്മമാണ് ജുമുഅ നമസ്കാരവും ഖുത്ബയും. ഓരോ വെള്ളിയാഴ്ചയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിൽ സമ്മേളിക്കാനും ജുമുഅയിൽ പങ്കെടുക്കാനും സാധിക്കുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ ജുമുഅയുടെ അന്തസ്സത്ത ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഴ്ചയും അവർ നിർവഹിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്ത്, അതിൽ കൂടി ഒരു വലിയ മാറ്റം വിശ്വാസിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സാക്ഷിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജുമുഅ സമ്പ്രദായം ഒരു ചടങ്ങ് അല്ലെങ്കിൽ പൊതുസമ്മേളനം എന്നുള്ള രൂപത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഏതൊരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ജുമുഅ നിർവഹിച്ചത്, ഖുത്ബ നിർവഹിച്ചത്, അതിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅയിൽ കൂടി ജുമുഅ ജമാഅത്തിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ എന്നുള്ള അഭിസംബോധന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ സാധാരണഗതിയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധനം ചെയ്യാറുള്ളത്. നമ്മോട് അല്ലാഹു പറയുന്നു, ഇദാ നൂദിയ ലിസ്വലാ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനായി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദിവസമാണ്. അതിനൊരുപാട് സവിശേഷതകളുണ്ട്. അതുകൊണ്ട് വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം, വ്യാപാരം നിങ്ങൾ ഒഴിവാക്കണം. ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ കച്ചവടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയല്ല വേണ്ടത്. കച്ചവടമൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സഹോദരന്മാരെ, അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ. ഞാൻ ജുമുഅക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഒരു മരണവാർത്തയാണ് ഞാൻ കേട്ടത്. ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ, കച്ചവടങ്ങൾ നിർവഹിച്ച് തന്റെ വീട് കൂടൽ നിശ്ചയിച്ച് അതിലേക്ക് അല്പദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ആ സഹോദരനെ കോവിഡ് ബാധിച്ച് അദ്ദേഹം മരണപ്പെടുക. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വീട് നിർമ്മാണം നടത്തി. പക്ഷെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. ആ വീട്ടിൽ നിന്ന് 19 മീറ്റർ അപ്പുറത്തുള്ള ഖബർസ്ഥാനിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണിപ്പോൾ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്തിനു വേണ്ടിയിട്ടാണ് നാം നമ്മുടെ സമയം ചിലവഴിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ജീവനുള്ള, ജീവസുറ്റായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, പ്രവാചകന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. പ്രവാചകന്റെ സുന്നത്തിന് നിങ്ങൾ ഉത്തരം നൽകണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് അതാണ്. ഖുർആൻ ഉടനെ പറയുന്നു, ഫഇദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. പള്ളിയിൽ ചടഞ്ഞിരിക്കാൻ, പള്ളിയിൽ ഭജനമിരിക്കാൻ, വേറൊരു കാര്യത്തിനും പോവാതെ പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ആരാധന പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅയും ജമാഅത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു വേണം? നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളണം. ഫന്തശിറൂ ഫിൽ അർദ്. എന്നിട്ട് എന്തു വേണം? വബ്തഗൂ മിൻ ഫളില്ലാഹ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുകയല്ല, അല്ലാഹുവിന്റെ ഫളിനെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ തേടണം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളണം. വദ്കുറുല്ലാഹ കസീറാ. സഹോദരങ്ങളെ, നിങ്ങൾ ധാരാളമായിട്ട് അല്ലാഹുവിനെ സ്മരിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അപ്പൊ അല്ലാഹ് വിജയം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ജുമുഅ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാഹു വിജയം നൽകണമെങ്കിൽ
അതിനെ നാം ആദരിക്കേണ്ടതുണ്ട്. ചില ഷിആറുകളുണ്ട് സഹോദരന്മാരെ, ചില ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ പോകുന്നു. ഒരുപാട് സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം ആ സുന്നത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദന്തശുദ്ധീകരണം നിർവഹിച്ചിരുന്നു, പല്ല് തേച്ചിരുന്നു. ഓരോ നമസ്കാരത്തിന് മുമ്പും എന്റെ ഉമ്മത്തിന് പ്രയാസകരം അല്ലായിരുന്നെങ്കിൽ ഞാൻ മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അത്ര പ്രാധാന്യമുള്ള സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ദാമ്പത്യ ജീവിതം പരാജയങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? ഭാര്യ പല്ല് തേക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് പല്ല് തേക്കുന്നില്ല. ഇത് നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. ഞാൻ അത്ര ഗൗരവത്തിലാണ് അത് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യമായി നിർവഹിച്ചിരുന്ന സംഗതി എന്താണ്? മിസ്വാക്ക് ചെയ്യാന്നുള്ളത്. നമ്മൾ അത് ശീലിക്കണം. നഖം മുറിക്കുന്നതിന് സുന്നത്തുണ്ട് വെള്ളിയാഴ്ച ദിവസം. അത്തർ പൂശുക. പള്ളിക്ക് വരുമ്പോ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ് വരുന്നത്. മുഷിഞ്ഞ വേഷവുമായി വൃത്തികെട്ട അവസ്ഥയിൽ പള്ളിക്ക് വരാൻ പാടില്ല. ഇവിടെ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട്. അത്തർ പൂശാൻ പറഞ്ഞു. നല്ല വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. പ്രബലമായിട്ടുള്ള സുന്നത്താണ്. ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളത് സുന്നത്താണ്. ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല. പള്ളിയുടെ പ്രവേശന കവാടത്തിൽ മലക്കുകൾ കാവലുണ്ട്. എന്തിനു വേണ്ടി? നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. നമ്മൾ കാണുന്നില്ല. ഖുത്ബ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഖുത്ബ ശ്രദ്ധിക്കാണ്. അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന് പ്രത്യേക പദവികളുണ്ട്. എത്ര പേര് സ്വലാത്ത് ചൊല്ലാറുണ്ട്? മൻ സ്വല്ലാ അലയ്യ വാഹിദത്തിൻ സല്ലല്ലാഹു അലൈഹി അശ്റ. മുസ്ലിം ഉദ്ധരിക്കുന്ന വചനം. എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം അനുഗ്രഹം നേർന്നാൽ അള്ളാഹു അയാൾക്ക് 10 ഗുണം ചെയ്തു കൊടുക്കുന്നതാണ്. സ്വലാത്ത് നിസ്സാര സംഗതിയല്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിലുള്ള ആയത്താണ്. തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന കിട്ടണമെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 10 പുണ്യമാണ്. 10 പുണ്യം കിട്ടിയാൽ പോരാ, 10 സ്വലാത്ത് ചൊല്ലിയാൽ 100 പുണ്യം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സുന്നത്തുകൾ ലൈവാക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് വേണ്ടി, ഖുതുബക്ക് വേണ്ടി നമ്മൾ ധൃതിപ്പെടണം. അതാണ് സഈ. അല്ലേ? എന്താ സഈ എന്ന് പറഞ്ഞാൽ? പരിശ്രമം നടത്തണം. ആ പരിശ്രമം എന്താണ്? അള്ളാഹുവിന്റെ ദിക്റിലേക്കുള്ള പരിശ്രമമാണ്. ധൃതിപ്പെട്ടു പോരണം. എന്നാൽ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്ന സമയം നിസ്കാരത്തിന്റെ സമയമാണ്. ആ നിസ്കരിക്കുന്ന സമയമുണ്ട്. ചിലവർ ഓടിയിട്ട് പള്ളിക്ക് വരും. ഇത് പാടില്ല, അത് തടഞ്ഞിട്ടുണ്ട്. അത് അവധാനതയോടുകൂടി, സാവധാനത്തിൽ നിർവഹിക്കേണ്ട, തുമൈനീനത്തോടുകൂടി നിർവഹിക്കേണ്ട കർമ്മമാണ്. അവിടെ വുളു നടന്നു, ഇവിടെ ജമാഅത്ത് തുടങ്ങി. അപ്പൊ ഒരു റക്അത്ത് എനിക്ക് മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് കൂടുന്ന ചില ആളുകളുണ്ട്. അത് പാടില്ല. എന്തിനാണ് ഇഖാമത്ത് എന്ന സംവിധാനം ബാങ്കിന് ശേഷം വെച്ചത്? 10 മിനിറ്റോ 5 മിനിറ്റോ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം എന്നുള്ളത് അത്ര പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് സഹോദരന്മാരെ. അപ്പൊ അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരണം. സുജൂദിന്റെ സ്ഥലത്ത് നമ്മൾ നിൽക്കണം. അടക്കവും ഒതുക്കവും വേണം.
നിയ്യത്ത് ശരിയാവണം, നമ്മുടെ നോട്ടം ശരിയാവണം, നമ്മുടെ ചലനങ്ങൾ ശരിയാവണം, നിലയിൽ കൂലിയിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ പ്രത്യേകമായ ദിവസമാണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നു. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ പ്രബലമായിട്ടുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇവിടെ കോവിഡിന്റെ വ്യാപനം ഞാൻ പറയാതെ നമുക്കൊക്കെ അറിയാം. അപ്പോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മുടെ നന്മക്കാണ്. അപ്പൊ അത് ആ വ്യാപനം സാമൂഹിക വ്യാപനത്തിലേക്ക് നീങ്ങിയതിന്റെ ദുരന്താണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ചില പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ സർക്കാർ സംവിധാനങ്ങൾ നമ്മോട് പറയുമ്പോൾ അതനുസരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ പള്ളി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 20 പേർക്കാണ് നിസ്കാരം എന്ന് പറഞ്ഞു, പിന്നെ 40 ആക്കി. ഇപ്പൊ ചില മഹാമാര് വിചാരിച്ചത് 40 ഉണ്ടെങ്കിലേ ജുമാ ശരിയാവുള്ളൂ. അങ്ങനെ ഇസ്ലാമിലില്ല. അത് സ്വാധീനം അത് ഉപയോഗപ്പെടുത്തിയപ്പോ മാഷാ അല്ലാഹ് നടന്നു, ഖൈർ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അത് നിർവഹിക്കാൻ വേണ്ടി പള്ളിക്ക് നമ്മൾ വരുമ്പോ മാസ്ക് ധരിക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യുന്ന നീതിയാണ്. നമ്മൾ കാരണം ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. കാരണം ഹൃദയരോഗം ഉള്ളവരുണ്ടാവാം, അതേപോലെ രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മുസല്ല കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം, അത് നമ്മൾ പാലിക്കുക. ഏതെങ്കിലും ഒരു പത്രം എടുത്തിട്ട്, പത്രം പിന്നെ നിവൃത്തിയില്ലാതെ വെക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം, പത്രമല്ല മുസല്ല തന്നെ. കാരണം അതിൽ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കി അതിനുവേണ്ടി മാനസികമായിട്ടൊന്ന് ഒരുങ്ങുക. ഏതായാലും വരുന്ന സമയത്ത് ഒരു മുസല്ലയുമായി നമ്മൾ വരിക, അള്ളാഹുവിന്റെ പുണ്യം നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. നീണ്ട ഒരു സംസാരത്തിന്റെ അവസരമല്ല. അതുകൊണ്ട് ജുമുഅ നഷ്ടപ്പെടാൻ പാടില്ല. അതിന് പുണ്യമുണ്ട്, അതിന് കൂലിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെ അങ്ങനെ നിർവഹിച്ചു പോകുന്നതിനിടയിലാണ് കോവിഡ് വന്നത്. ഇപ്പോ സഡൻ ബ്രേക്ക് ഇട്ട മാതിരിയാണ് ചിലവര്. ഇപ്പോ ഒരു നിസ്കാരമൊക്കെ ഒഴിവാക്കി. കാരണം ഇപ്പോ പള്ളിയിൽ പോയിട്ട് അല്ല, അവിടെ ടോക്കണാണ്. ആരെ മുമ്പിലാണ് ഈ റുഖ്സത്ത് പറയണത്? അള്ളാനെ നമുക്ക് പറ്റിക്കാൻ പറ്റൂല. അള്ളക്കറിയാം നമ്മൾ എന്താണ്, എപ്പോഴാണ് മരണം എന്ന് നമുക്കറിയില്ല. എപ്പോ സൂചിപ്പിച്ച ഒരു മരണത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ ഭൗതികമായ ജീവിതത്തിന്റെ മുന്നൊരുക്കത്തിൽ പായാണ്. ആ പായുന്നതിന്റെ ഇടയിൽ നമ്മളെ പെരയിൽ കൂടാൻ നേരം അവസരം പോലും അള്ളാഹ് തരില്ല. സഡൻ ബ്രേക്ക് ഇട്ട മാതിരി ജീവിതത്തിൽ മരണം വന്നെത്തും. അപ്പൊ ആ മരണത്തിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കണം, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് തയ്യാറാക്കി വെച്ചു? മയ്യത്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹിസാബ് തുടങ്ങി, വിചാരണ തുടങ്ങി. അപ്പോ എനിക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു? എന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കും തീർച്ച. എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ ആരും എന്നെ സഹായിക്കാൻ ആ ഖബറിന്റെ ഉള്ളിലേക്ക് വരില്ല. നമ്മൾ ഇതുവരെ പണിയെടുത്തത്, വർഷങ്ങളായിട്ട് അധ്വാനിച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടാവും. അതൊന്നും വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ അതിനിടയിൽ നാം നമ്മെ മറന്നു പോകരുത്. നമ്മൾ നമ്മെ മറന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് കഠോരമായിട്ടുള്ള ശിക്ഷയാണ് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അള്ളാന്റെ ദിക്റിൽ ജീവിക്കുക. രാവിലെയും വൈകുന്നേരവും അള്ളാന്റെ ദിക്റോടുകൂടി ഉണരുക, അള്ളാന്റെ ദിക്റുകൾ ചൊല്ലുക. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ ഫിസ് സബാഹ് വൽ മസ്സാ, രാവിലെയുണ്ട് വൈകുന്നേരമുണ്ട്. പലർക്കും അതെന്താണെന്ന് അറിയില്ല. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്കാർ എന്ന സോഫ്റ്റ്വെയർ ഹിസ്നുൽ മുസ്ലിം എന്ന് കൊടുത്ത് അങ്ങക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നോക്കി ചൊല്ലിയാൽ മതി. രാവിലെ ആ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മനസ്സമാധാനം കിട്ടും, ടെൻഷൻ പോവും, അള്ളാന്റെ ബർക്കത്ത് കിട്ടും. നമ്മുടെ കുടുംബിനികളോട് നമ്മളത് പറഞ്ഞു കൊടുക്കണം.
നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ആളുകൾ ഓടുകയാണ്, ടെൻഷൻ അടിച്ചിട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, അദ്കാറുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹു സമാധാനം തരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഏക വഴി അള്ളാഹിന്റെ ദിക്റാണ്. അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.